അവരെന്നെ പേരിട്ടത്. അപ്പം ഞാൻ പറഞ്ഞേ മോൾക്ക് ഞാൻ പേരിടുന്നു. കാരണം എനിക്ക് അപ്പോൾ തണ്ടിൻ്റെ ഭംഗി എന്നാണ് എനിക്ക് മുക്കി കഴിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോവാം. വായോട്ടാ. നമ്മുടെ പേളിക്കുട്ടി നോക്കിയേ പുറത്തേക്ക് പോകാനാണ്. ഭയങ്കര തമാശയാട്ടാ. പേളിക്കുട്ടി എന്നെ ഇങ്ങനെ നോക്കിക്കല്ലേ. അപ്പം അവളുടെ കുട്ടികൾ അതിനൊപ്പം പാൽ കുടിക്കാനും. ആ ചെല്ലേ അമ്മേനെ വിട്. ഇനി നിൽക്കണ നോക്കിയവര് ഇവരെ നമ്മളേ വിടാട്ടാ. എൻ്റെ മക്കളെ വിടാം. കൊണ്ടുപോവാ. നോക്കിയേ പുറത്തേക്ക് ഇറങ്ങാനാ. നിക്ക് കൊണ്ടുപോവാ. കുറച്ച് ഒരു ഒത്തിരി മിനിറ്റ് തായോ. 5 മിനിറ്റ് താടാ. അച്ഛടാ നിക്ക് കൊണ്ടുപോവാ. അതെ ഇവരെ നമ്മൾ കൊണ്ടുവരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു തെങ്ങിൻ്റെ അടിയിലേ ഇവിടെയാണ് അമ്മയ്ക്കും മക്കൾക്കും കിടക്കാൻ ഭയങ്കര ഇഷ്ടം. അമ്മേനെ ഞാൻ ഈ കവുങ്ങുമ്മ കെട്ടിടും, മക്കളൊക്കെ ഇവിടെ കിടക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരം ഇടയ്ക്ക് വീടുന്നുണ്ടായിരുന്നു. അപ്പോൾ തെങ്ങ് ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു തെങ്ങുമ്മത്തെ നാളികേരെങ്കിലും നമുക്ക് ഇട്ടതായോ പട്ടുവയ്ക്കും. കാരണം നമ്മുടെ പട്ടുകുട്ടികളൊക്കെ ഇവിടെ കിടക്കണേന്ന്. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് ആ ചേട്ടൻ വന്നിട്ട് ഇവിടെ പട്ടിയും നാളികേരൊക്കെ ഇട്ടത് പോയത്. അപ്പോൾ ഇന്നത് വേഗം വൃത്തിയാക്കിയിട്ട് വേണം നമ്മുടെ പട്ടുകുട്ടികളെ ഇങ്ങോട്ട് വയ്ക്കാനായിട്ട്. നമ്മുടെ ഈ കുട്ടികളുണ്ടല്ലോ ഒരു ശല്യമില്ല കേട്ടാ. ഇപ്പം തന്നെ അവരെ വിടുകയാണെങ്കിൽ ഈ ബഹളം ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിത് വേഗം വൃത്തിയാക്കിയിട്ട് അവരെ ഇങ്ങോട്ട് അയച്ചു വിടാം. അധികമൊന്നും ഉണ്ടായിരുന്നില്ല ഇടാനായിട്ട്. ആകെ 1-2 പട്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ വെട്ടിടാൻ. ആ വരുന്നിടാ കറിയല്ലേ. വരുന്നേ വരുന്നിടാ. ഓ വായോ എന്താണ് ഇത്? ആരെത്ര ബഹളം വയ്ക്കണേ? ഓടി അയ്യാ പേളിക്കുട്ടി വന്നു. എന്തോ ഒരു ബഹളം വയ്ക്കണേന്ന് വെച്ചിട്ട്. പേളിക്കുട്ടി വേറെ ഒന്നല്ല, ഇവർക്ക് പുറത്തിറങ്ങാൻ. വായോ 2 പേരെ ഇവിടെ വെച്ചിട്ട് അടുത്ത 2 പേര് എടുക്കാൻ പോകുമ്പോൾ 2 പേര് 2 ദിക്കിലേക്ക് കൂട്ടാ. അതാ നമ്മുടെ പിന്നാലെ ഓടി തരാട്ടാ. എൻ്റെ മക്കൾക്ക് വിശന്നോ? എല്ലാവർക്കും വിശന്നോ? അയ്യോ ആ എന്താണ് വീഴും കയറാറായിട്ടില്ല കേട്ടാ. കയറാറായിട്ടില്ല. അയ്യോ ദമ്മക്കുട്ടി വായു. ആരത്? ഇതാണ് കേട്ടാ നമ്മുടെ പെൺകുട്ടി. അത് സുന്ദരി കുട്ടി കണ്ട. അതാരത്? എൻ്റെ മോള് നല്ല സൈലൻ്റാ. ചെക്കന്മാരാണ് ഈ തിരക്ക് കൂട്ടണേ ഇല്ലേ വാവേ? ഇനി ആരൊക്കെ അറിയണേ? ഇങ്ങോട്ട് വാ എല്ലാവരും ഇങ്ങോട്ട് വാ. പാപ്പെടുക്കാം. നീക്ക് കുടയട്ടെ, ഷീറ്റ് കുടയട്ടെ. വിഷ്ണവർക്ക് എനിക്കൊന്ന് ഷീറ്റ് വിരിക്കട്ടടാ. എന്ത് കരയണേ? എന്താ കരയണേ? എന്ത് കരയണേ? കാലത്തെ എത്തി കഴിഞ്ഞാ
ഇവരാണ് ഇപ്പം ലോകം. കാരണം ഇവരുടെ പ്രശ്നങ്ങൾ തീർക്കുക, ഇവരുടെ സങ്കടങ്ങൾ തീർക്കണ പോലെ ഇപ്പോൾ എല്ലാവർക്കും പരാതി. ഇപ്പം ഇങ്ങൊരു കാര്യം ഒക്കെ വെച്ചപ്പോൾ ആൾക്ക് സമാധാനമായി. ഇനിയിപ്പോൾ വിശക്കുണ്ട്, അതാണ് ആദ്യം ഭക്ഷണം കൊടുക്കാം നമുക്ക്. അവർ അടുത്ത് വന്നിരിക്കണോക്കിയേ. ആ എല്ലാവരും എടുക്കാം എടുക്കാം. വാ എടുത്തു. എടുത്തു സമാധാനായി. മതി എടുത്തു. ഇപ്പം ആപ്പ് തരാം. കളിക്ക് കുറച്ച് നേരം. അച്ഛടാ എന്നെ വിട്. ഏറ്റവും ഭയങ്കര രസമുള്ളൊരു കാര്യം എന്ന് പറയണതില്ലേ ഇവരുടെ ഈ കളിയാട്ടാ. നമുക്കിങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ തോന്നും. എന്താ പറയുക, എന്താ പറഞ്ഞിട്ടാ പക്ഷെ അമർത്തി കടിക്കുക, വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കടിയും കളിയൊന്നും അല്ല കേട്ടാ. ഇങ്ങനെ വെറുതെ ഒരു രസം കുത്തി മറിഞ്ഞ് അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളി. കുട്ടപ്പായികളേ പാപ്പ് തരട്ടെ? നിക്ക് പ്ലേറ്റ് എടുക്കട്ടെ ഏട്ടാ, കഴുകി എടുക്കട്ടെ. പേളിക്കുട്ടിക്ക് തരാം കേട്ടോ, ഇപ്പം തരാം. ഇങ്ങോട്ട് പച്ചളിരിക്കും പോയില്ല. വായോ ഒടിയോ എല്ലാവർക്കും പേരിട്ടുട്ടാ. ഞാനിപ്പോൾ പറഞ്ഞു തരാം, ഇവരൊക്കെ ഒന്ന് ഭക്ഷണം കൊടുത്തിട്ട്. അല്ലെങ്കിൽ ഇവരിങ്ങനെ കാലത്ത് ഇത്തിരി കൂടി നേരത്തെ കൊടുക്കാറുണ്ട്. ഇച്ചിരി നേരം വൈകിണ്ട് നമ്മൾ വീഡിയോ പിടിക്കേണ്ട കാരണം. വായോ ഓടിവാ പേളിക്കുട്ടി മക്കൾക്ക് കൊടുത്തിട്ട് എന്നിട്ട് പേളിക്കുട്ടിക്ക് തരാം കേട്ടാ. വാ എല്ലാവരും വായോ പേളിക്കുട്ടിക്ക് ഇപ്പം എടുക്കാം കേട്ടാ. ഇവരുടെ ഒരു ബഹളം തീർക്കട്ടെ. അവൾക്കറിയാം കേട്ടാ, പിന്നെ പേളിയിലെ കൊണ്ട് ശല്യമൊന്നുമില്ല. നിങ്ങളുടെ ഫോണേ എന്തോരോ ടൈമാന്ന് പറയുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട്. ഇവരിങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവും. ഇത് നമ്മുടെ പേളിക്കുട്ടിക്ക് കൊടുക്കട്ടെ. തരാട്ടെ, മോൾക്ക് തരാട്ടാ. പേളിക്കുട്ടിക്ക് വിശന്നോ തരാം. ഒടിയായോ ഇനി എന്നിട്ട് അറിയാം. ഇപ്പം ഇവരെ ഫുഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അമ്മേരെ ഫുഡ് തട്ടിപ്പറിക്കാൻ വേണ്ടി പോകും കുട്ടികൾ. നിങ്ങൾക്ക് പാത്രം എടുക്കട്ടെ ഏട്ടാ പേളി. രാവിലെ കൊടുക്കുന്ന ഫുഡ് ഫുള്ള് കഴിച്ചു. അത്ര വിശപ്പാണ്. അത് ഞാനൊരു ദിവസം 4 പ്രാവശ്യവും ഇതേപോലെ കുറുക്കുണ്ടാക്കി കൊടുക്കൂട്ടാ. ഇനിയിപ്പോൾ എല്ലാവരും മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുക്കട്ടെ. മേലൊക്കെ ആക്കിയിട്ടുണ്ട്. അമ്മേൻ്റെ അടുത്തേക്ക് ആരും പോട്ടാ. അയ്യാ മുഖം തുടയ്ക്കണ്ടേ, സുന്ദരനാവണ്ടേ. എന്താണ് ചെരുപ്പൊക്കെ കടിക്കൽ തുടങ്ങി. ചെരുപ്പ് കടിക്കൽ തുടങ്ങി, കുറുമ്പ് കടിക്കൽ തുടങ്ങി അല്ലേ? വയ്യോ എൻ്റെ പിന്നെ ചക്കരി. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പകുതി സമാധാനമായി. ഇനിയിപ്പോൾ അന്ന് കുറച്ച് നേരം നോക്കിയിരിക്കും. ഇവർ കളിക്കുമ്പോൾ അങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകണ്ടോന്നൊക്കെ നോക്കിയിരിക്കണം. 2 ബോളൊക്കെ മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലേ കളിച്ചോ. അതുമിക്കുള്ള ശ്രദ്ധയൊന്നും ആയിട്ടില്ല കേട്ടാ. ലോകം ചുറ്റും ഇവിടെ ഇരിക്കട്ടാ. ഒരാളെ പണിയെടുക്കൽ നോക്കിയേ. ആ നാളികേരം ഇപ്പം ഞാൻ പൊളിച്ചു തരാന്നുള്ള പോലെയാ. ഇങ്ങോട്ട് അതെ നമ്മുടെ പിന്നാലെ നടക്കുക. ഇവിടെ ഇരുന്ന് കളിച്ചാൽ മതിട്ടാ. അതിസുണ്ടരാ അച്ചടാ. ഒരു പണിയെടുക്കാൻ തോന്നില്ല. പണിയെടുക്കാൻ തോന്നായല്ല, ഇവരുടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാലത്ത് ഇതേപോലെ ടൈം അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ പോവും. അപ്പോഴും ടൈം പോവും.
നമുക്ക് വീട്ടിലത്തെ ഒറ്റ കാര്യങ്ങൾ വേറെ ചെയ്യാൻ പറ്റാത്ത പോലെ ആയി തുടങ്ങി. കാരണം ഇപ്പം ഇവരാണ് നമ്മുടെ ലോകം എന്നുള്ള പോലെയാണ്. വേറെ ഒന്നും ചെയ്യാനൊരു സമയം കിട്ടുന്നില്ല. അങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഒരാൾ ആ നാളെ എടുത്തപ്പോൾ കുറേ നേരം ഇരുന്നോളൂ. എത്ര ആളുണ്ട്? 2, 4, 6. ഒരാളെവിടെ പോയി? 4, 2, 4, 6, 7. ഇതേപോലെ എണ്ണിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇതാ ഫുഡൊക്കെ കഴിച്ചു. അതുപോലെ നമ്മുടെ പേളിക്കുട്ടി ഇതാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിതേ അവളെ ചങ്ങലയും ഇട്ടുട്ടാ. അപ്പോൾ അതായത് നമുക്കവിടെ ധൈര്യമായിട്ട് ഇങ്ങനെ അവൾ കുഴപ്പമൊന്നുമില്ല. കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക ആൾ. പക്ഷെ ആരെങ്കിലും വരുമ്പോൾ ആൾക്കാർക്ക് പേടിയാവും ചെയ്യും. ചില വല്ലത് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അവളിങ്ങനെ ഇടും. പിന്നെ കുട്ടികളൊക്കെ ഇതാ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ തെങ്ങ് കയറാളൊക്കെ കാരണം തന്നെ കണ്ട. ഇവർക്ക് എടുക്കണ സ്ഥലം നോക്കിയേ, ഇങ്ങനെ ചട്ടിയുടെ ഇടയിലൊക്കെ ഭംഗി പോയി കിടക്കുക ഇതേപോലെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേഗം തെങ്ങൊക്കെ കയറിയത്. ഇവിടെ കിടക്കാനും നല്ല സുഖമായിട്ട് നല്ല തണലും. അതുപോലെ നമ്മൾ ചെടികൾക്കൊക്കെ നനയ്ക്കണ കാരണം ഇവിടെ മണ്ണിലൊക്കെ നല്ല തണവാ. അപ്പം എന്നിട്ടാണെങ്കിൽ ഓരോ കുഴി കുത്തി കൊടുത്തിട്ടുണ്ട് അമ്മ. ഇവിടെ ഒരു കുഴിയുണ്ട്, പിന്നെ അവിടെ മാവിൻ്റെ കടയ്ക്ക് ഒരു കുഴി കുത്തി കൊടുത്തിട്ടുണ്ട്, തെങ്ങിൻ്റെ കടയ്ക്ക് ഒരു കുഴി കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെയാണ് മാറി മാറി കിടക്കുക അവർ. അണ്ട് പൊന്നു കരയണേ, എന്ത് പൊന്നു കരയണേ? ഇടയ്ക്കൊരു സങ്കടം നമ്മുടെ മുഖത്ത് നോക്കിയിട്ട്. അൻ്റെ എന്തേ എന്തേ പൊന്നോ ഇങ്ങനെ കരയണേ? അങ്ങോക്കോ ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കുകയാണ് ഹാപ്പി. ഇല്ല ഓ ഓ ഓ ആട്ടണാ? പിന്നെ ഇങ്ങനെ ആട്ടുകൊടൊക്കെ ഇഷ്ടമാണ്. ഓ ഇങ്ങനെയൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ ആക്കിക്കൊടുക്കാനൊക്കെ നല്ല ഇഷ്ടമായി. കരയാണ്ട് കിടക്കും. കുറേ സൂത്രങ്ങൾ ഞാനായിട്ട് പഠിപ്പിച്ചതാണ്. അവരെ കരച്ചിൽ കണ്ടിട്ട് നമ്മളിങ്ങനെ കുട്ടികളെ ചെയ്യണ പോലെ ഓരോന്ന് ചെയ്യണ കണ്ടിട്ട് ഇവർ അതേ സെയിം സൂത്രം പഠിച്ചോളൂ. നാട്ടാണെങ്കിൽ ഇഷ്ടമായി. അപ്പം അതൊക്കെ ഇവിടെ കിടന്നു. അമ്മ ഉണ്ടാക്കിയ കുഴിയിൽ ഇവിടെ കിടന്നു കേട്ടാ. ഈ കുഴിയിൽ ഇങ്ങനെ കിടന്നു. കരയണ്ട കേട്ടാ, കരയണ്ട കേട്ടാ. അപ്പം എൻ്റെ അടുത്താൾ കരയുണ്ടല്ലോ. ഇങ്ങനെ മാറി മാറി ഓരോരുത്തർ ഉറക്കണം. ഇല്ല കേട്ടോ. നമുക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഉറക്കി തരാട്ടാ. കുറച്ചുകൂടി കാര്യം പറയട്ടെ. ഇവിടെ ഇരിക്കും പതുക്കെ. ഇവിടെ ഇരിക്കട്ടാ, കരയണ്ട. മൂളി 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 ഉറങ്ങുക. നമ്മൾ മൂളി ഉറക്കാണ്ടിരുന്ന അവരെന്നെ സ്വയം മൂളി കുറേ ഉറങ്ങും. അപ്പം നമ്മുടെ പട്ടിക്കുട്ടികൾക്ക് പേരിട്ടുട്ടാ. പേരിടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളാണ് പേരിടുവാണേ. കാരണം എൻ്റെക്കാളും എന്താ പറയുക, പൂച്ച പട്ടി എന്നൊക്കെ പോലെ ഭയങ്കര ഇഷ്ടമാണ്. നോക്കാൻ മുന്നിലേക്കില്ല എന്നുള്ളൂ, സ്നേഹിക്കാൻ അവരുണ്ട് മുന്നിൽ, അതേപോലെയാണ്. അപ്പോൾ അവരെന്നെ പേരിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞേ മോൾക്ക് ഞാൻ പേരിടുന്നു. കാരണം എനിക്ക് പഴയ ഇടാനായിരുന്നു ഇഷ്ടം. പക്ഷെ മക്കളാണെങ്കിൽ അവർ ഈ സ്പോർട്സിനോട് ഇഷ്ടമുള്ള കാരണം അവരെല്ലാവരും സ്പോർട്സ് താരങ്ങളുടെ പേരിട്ടു. പക്ഷെ മോൾക്ക് ഞാൻ പേരിടുന്നു പറഞ്ഞിട്ട് മോൾക്ക് ഇട്ട പേര് കല്യാണി നട്ടത്. പിന്നെ ഉള്ളവർ മറഡോണ, റൊണാൾഡോ, മെസ്സി, നെയ്മർ, പ്ലാറ്റിനി, ഉസൈൻ ബോൾട്ട്, ഇങ്ങനെയാണ് 6 പേര് ആൺകുട്ടികൾക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പേളിക്കാണെങ്കിലോ ഇവരെവിടെ പുറത്തേക്ക് വിട്ടിട്ട് ഇതേപോലെ ചങ്ങലിക്ക് ഇടുമ്പോഴൊന്നും അവൾക്ക് ഒരു സങ്കടം ഒരു ശല്യം ഇല്ല കേട്ടാ. അവൾക്ക് തന്നെ നമ്മളിവിടുന്ന് പോവായാലും അവൾക്ക് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കും. അപ്പോൾ അവൾക്ക് തോന്നും അവളുടെ മക്കളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. അത് കാരണം അവളെ കൊണ്ട് ഒരു ശല്യമില്ല. കാലത്തൊക്കെ ഒന്ന് ഓടി എല്ലായിടത്തേക്കും പോയി ആൾ തിരിച്ച് വന്ന് ഭക്ഷണം കഴിച്ച് ചങ്ങനയമ്മ കിടന്നു. കുഴപ്പമൊന്നുമില്ല അല്ലേ പേളിക്കുട്ടിയെ? ഒരാൾ അമ്മയുടെ പാത്രമൊക്കെ നോക്കി വൃത്തിയാക്കിയിട്ട് ഒരു തുണ്ടുണ്ട്, ഞാൻ കഴിച്ചോട്ടെ നോക്കി ഇവർ. അപ്പോൾ കാലത്തെ ഇവരുടെ കുറേ ആവശ്യങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഇവിടെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഇലകളൊക്കെ കടിച്ചിരിക്കും ഇവർ. അറിയില്ലല്ലോ നമുക്കിത് കടിച്ചിറക്കി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി കൊടുക്കും. കണ്ടോ ഓരോരുത്തർ കിടന്നു. ഇനിയിപ്പോൾ ഇതാ ഞാൻ അവിടെ അടിച്ച് വാരി കഴിയുമ്പോൾ എല്ലാവരും ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. തന്നെ മൂളിട്ട് അവർ മൂളി ഉറങ്ങും. ഒരാൾ മൂളിയാൽ മതി, ബാക്കിയുള്ളവർക്ക് തോന്നുന്നുണ്ടോ അത് ഞാനെ മൂളിലെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും അതേപോലെ ഉറങ്ങിയോളൂ. നോക്കിയേ ഇങ്ങനെ മൂളി അതേ കൊച്ചിൽ ആ പാല് കൊടുക്കണ സമയത്ത് ഞാൻ കുപ്പിപ്പാല് കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ മൂളി കൊടുക്കാറുണ്ട്. അതായിട്ട് എന്തിട്ടുണ്ടാവും ഇപ്പം ഇവർ ഉറങ്ങാൻ കിടന്ന് ഇവരെന്നെ സ്വയം മൂളി ഉറങ്ങും. അങ്ങോട്ട് അച്ചടാ.
എല്ലാവരും ഉറങ്ങി. കണ്ട മൂളിനത് ഇങ്ങനെ മൂളി മൂളി ഉറങ്ങവര്. ഇല്ല 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 ഉറങ്ങിയോക്കോ ഉറങ്ങിയോക്കോ ഉറങ്ങിയോക്കടാ ഉറങ്ങിയോക്കടാ ഉറങ്ങിയോക്കട്ടെ പൊന്നോ. ആ മൂളിത്തരാം 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 ഉറങ്ങിയോക്കോ. ഇങ്ങനെ നമ്മളൊന്ന് മൂളി കൊടുത്ത് ഇഷ്ടായി. അല്ലെങ്കിൽ ഇങ്ങനെ കൊറേ സൂത്രങ്ങളൊക്കെ ഇട്ടിട്ടപ്പോ ഇവരെ കയ്യിലേ. പേളിക്കുട്ടി ഉറങ്ങി. ഇവിടെ കുറെ പേര് മൂളി മൂളി ഇരിക്കുന്നു ഇപ്പോഴും. എന്തതേ എല്ലാവരും കൂടി ഇതാ ഇങ്ങനെ കിടക്കും, ഇങ്ങനെ മൂളി മൂളി ഉറങ്ങും. ആ അങ്ങോക്കോ അങ്ങോക്കോ അയ്യടാ കണ്ട. ഇവരെല്ലാവരും ഉറങ്ങി. അമ്മയുടെ മക്കളുടെ ഉറക്കം കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഇവർ ഉറങ്ങി 4 നേരമാണല്ലോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പം എന്നിട്ടാണെങ്കിൽ ഇവർ ഇനി അടുത്ത സ്റ്റെപ്പ് ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മുടെ വീട്ടിലെ അത്യാവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പണികൾ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്ത പോലെ തന്നെയാണ്. ഇവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയപ്പോൾ കേട്ടാ. കാരണം ഇപ്പോൾ 1 മാസത്തോളമായി ഇവരെ പിന്നല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ 2 ജോഡി ഡ്രസ്സാണ്. ഇപ്പോൾ രാവിലെ എനിക്ക് വരുമ്പോൾ ഇട്ട ആ ഡ്രസ്സ് ഫുൾ ഡേ ഇവരുടെ അടുത്തേക്ക് ആ ദിവസം വരുമ്പോൾ ആ ഡ്രസ്സ് മാത്രം ഉപയോഗിക്കും. ബാക്കി നമ്മുടെ അടുക്കളയിലും കാര്യങ്ങൾക്കും പോകുമ്പോൾ വേറൊരു ഡ്രസ്സ് ഉപയോഗിക്കും. ഇനിയിപ്പോൾ ഇത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം നമ്മുടെ രാവിലത്തെ കഞ്ഞിക്കുള്ളത്. നമ്മുടെ ഇന്ന് ഞാൻ വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് എന്താണെന്ന് അറിയും, നമ്മുടെ പാൽച്ചീര. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പാൽച്ചീര വെക്കുമ്പോൾ കാണിച്ചോളൂ. അപ്പോൾ ഞാനും ആദ്യമായിട്ട് തന്നെയാണ് പാൽച്ചീര വെക്കാൻ പോണതും കഴിക്കാൻ പോണതും ഒക്കെ. അപ്പോൾ സാധാരണ ഒരു ചീരത്തോരം വെക്കണ പോലെ വെക്കണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അതും. അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ അരിയണം. ഞാൻ പങ്കെടുപ്പോൾ അപ്പോൾ നമ്മുടെ പാൽച്ചീരയാണെന്ന് കറി വെക്കണേന്ന് പറഞ്ഞില്ലേ. ഞാനേ പാൽച്ചീര 2-3 കടകളൊക്കെ നമ്മൾ കതിരാക്കാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മൂത്തിട്ട് വിത്തൊക്കെ കൊഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം. എന്ത് ഭംഗിയല്ലേ, വൈറ്റിട്ടേക്കൊരു ഭംഗി നോക്കിയേ. ഇതൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് എന്നിട്ടാണെന്നറിയോ, നിറച്ച് കൊമ്പും ചില്ലയായിട്ട് ചെറുതിലേ തന്നെ വരുന്നുണ്ട്. ബാക്കിയുള്ള ചീരയ്ക്ക് നമ്മൾ അരിയുമ്പോഴല്ലേ കൊമ്പും ചില്ലയും വരെ. ഇത് അങ്ങനെയല്ല, ചെറുതിലേ തന്നെ നിറച്ച് കൊമ്പും ചില്ലയാട്ടാ. 2 കതിരും 2 കൂടി അരിയാം. അപ്പം നമ്മളിതാ എത്രയായിട്ട് അരിഞ്ഞെടുത്തോണേ നോക്കിയാൽ തണ്ടിൻ്റെ ഭംഗി. എന്താണ് ഭംഗി. പാൽച്ചീര എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കളറാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ അരിഞ്ഞതിൻ്റെ ഒരു കഷ്ണം ഇവിടെ ഒന്നും കളയണ്ട. ആദ്യമായിട്ടുണ്ടായ ചീര എന്താണെന്ന് അറിയില്ലല്ലോ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമുക്ക് പടവലുണ്ട്. അപ്പോൾ അതുകൂടി പൊട്ടിക്കുന്നുണ്ട് ഞാൻ കറി വയ്ക്കുക. അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടാ. കുഞ്ഞ് പടവല കണ്ട. മാക്സിമം ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇതേപോലെ വരുന്നുള്ളൂ. ഇതേ ഇത്രയ്ക്കാണ് ഏറ്റവും വലിപ്പം വരുന്നത്. പിന്നെ അപ്പോൾ ഞാൻ ഈ ഒരെണ്ണമായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണത്. ആ 3 എണ്ണം ഇത്തിരി കൂടി വലുതാവേ ഇത്രയ്ക്ക് വലിപ്പാവും. ഒരു പടവല്ലോ. ഒരു വായും കൂടി പൊട്ടിച്ചിട്ട് കയറാം. അയ്യോ 2 കൂടി പോന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പടവലങ്ങയും മാങ്ങയും ചക്കക്കുരുവും ഒക്കെ കൂടി ഇട്ടിട്ട് വയ്ക്കാനാ.
ഞാനപ്പോഴേ കുറച്ച് ചക്കൂര് എടുത്ത് ഇവിടെ നന്നാക്കായിരുന്നു. അപ്പോൾ നമ്മുടെ പേളീനെയും മക്കളെ നോക്കുകയും ചെയ്യാലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അവരെ എങ്കിലും ഓടി പോവില്ലെങ്കിലും നോക്കണം. ആളുകൾ വരാണെങ്കിൽ പേളി കുറയ്ക്കൂട്ടെ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ നമ്മുടെ വിയറ്റ്നാമേളിയുടെ ചക്കക്കുരാണ് എടുത്ത് നോക്കണമെന്ന് കറി വയ്ക്കാൻ. ആ വന്നല്ലോ, അയ്യോ അയ്യോ. നമ്മുടെ ഇതാരെന്നറിയോ, നമ്മുടെ കുട്ടനും നമ്മുടെ ചിന്നുമോളാട്ടാ, വലിയേട്ടൻ്റെ മോളുടെ കുട്ടികളാണ്. ഇപ്പോൾ വെക്കേഷനായിട്ട് ഇപ്പോൾ 4 ദിവസമായിട്ടുണ്ട് അവർ എത്തിയിട്ട്. അപ്പോൾ അവരെന്തിട്ടാണെങ്കിൽ കുട്ടിയിൽ പോയിട്ട് ഹായ് പറഞ്ഞേ. നമ്മുടെ കൺമണിക്കുട്ടിയുടെ അപ്പ, കൺമണിക്കുട്ടിയുടെ അമ്മയുടെ മക്കള്, അങ്ങനെയും പറയാം കേട്ടോ. അപ്പോൾ കുട്ടനും ചിന്നു എന്നിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ രാവിലെ അവരെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞാലേ നമ്മുടെ പട്ടുകുട്ടികളുടെ അടുത്തേക്ക് വരും. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന്. അയ്യോ എടുത്തരാം. നോക്കിയേ ഒരു കാര്യം നോക്കിയേ, പേളി നിൽക്കുമ്പോൾ ഒരാൾ കുടിക്കണം നോക്കിയേ, കണ്ട ഇങ്ങനെ കുറേ വികൃതി തരകളൊക്കെ. അമ്മയ്ക്ക് ഒരു തൊയിലും കൊടുക്കില്ല, ഇരുന്നിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നു ആ താപ്പില്. അമ്മ ഇപ്പം ഇങ്ങോട്ട് ശ്രദ്ധിക്കല്ലേ ഇവരെ കണ്ടപ്പോ. അപ്പൊ അത് താപ്പിലുള്ള കൂടിയാണ് അവിടെ നടക്കണേ. ചിന്നുമോള് കുട്ട അവരിപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങി നോക്കണേ. പക്ഷെ 2 പേര് എണീറ്റിട്ടുണ്ട്, ഒരാളും കൂടി എണീറ്റിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവരും എണീക്കും. ആരെ വേണ്ടേ ഇതിലേ? ആരെ? കെടുന്നൂറിലല്ലേനെയാ നമ്മുടെ ഉസൈൻ ബോൾട്ടിനെ. ഉസൈൻ ബോൾട്ട് അച്ഛടാ കയ്യിൽ പോണ ഉസൈൻ ബോൾട്ട്. ആ ചിന്നുൻ്റെ അടുത്തേക്ക് വന്നു. ചിന്നുൻ്റെ അടുത്തേക്ക് ആരെ വന്ന് നോക്കണേ നോക്കട്ടെ. മെസ്സി അല്ല പൊന്നോ, നെയ്മർ. ഇതാ എന്നാ അയ്യോ ഇത് ഉസൈൻ ബോൾട്ടല്ലേ, ഇത് പ്ലാറ്റിനിയാ. ആ നമുക്കെന്നെ കൺഫ്യൂഷൻ ഉണ്ട്. ഇത് പ്ലാറ്റിനിയ പൊന്നോ, പ്ലാറ്റിനി ഫുൾ വൈറ്റ് ബാക്ക്. അത് നെയ്മറാ ചിന്നുമോളുടെ കയ്യിൽ. പേളിക്കുട്ടിക്ക് തുടക്കം ഇവരെ കാണുമ്പോൾ ഭയങ്കര കുരയ്ക്കായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പേളിക്കുട്ടിക്ക് മനസ്സിലായി ഇവരിപ്പോൾ കുട്ടികളെയൊക്കെ എടുത്ത് കളിപ്പിച്ച് ഇവിടെ വെച്ച് പോകാണല്ലോ. അപ്പോൾ അവളെ കുരയ്ക്കലൊക്കെ നിർത്തി തുടങ്ങിയിട്ടാ. പിന്നെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പേളിക്കുട്ടി വന്നതിന് ശേഷം പിന്നെ ഒരു മാറ്റം വന്നിട്ടില്ല. എന്നിട്ടെന്നറിയാം എനിക്ക്, ഞാനിപ്പോൾ അവിടുത്തെ പറമ്പിലേക്കുള്ള പോക്ക് കുറച്ച് കുറഞ്ഞു. ഷായട്ടും പോയിട്ടുള്ളതിന് നനച്ച് വരുന്നല്ലാണ്ട് അവിടെ കാര്യങ്ങളോരോന്ന് ചെയ്യൽ ഭയങ്കര കുറവാണ്. കാരണം 2 പേരും കൂടി ഉണ്ടെങ്കിൽ എന്തും പറമ്പിൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു ഉഷാറുള്ളൂ. അപ്പോൾ എൻ്റെ പോക്ക് ഇത്തിരി കുറഞ്ഞോടുകൂടി അതേപോലെ തന്നെ ഷായട്ടിനത് ബാധിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇവരൊക്കെ സമയം ഇനിയൊരു എനിക്ക് തോന്നുന്നു ഒരു 5-6 എങ്ങനെ പോയി 2-3 മാസമൊക്കെ എനിക്ക് തോന്നുന്നു ഇവരെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം ഇവർക്ക് കുട്ടികൾക്ക് നമ്മളിനി കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചും കൊടുക്കണം. ഇപ്പം അവർ ഇവിടെ അപ്പിടും, ചെരുപ്പ് കടിക്കും, അങ്ങനെ കുറേ ശീലങ്ങളുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് ആക്കണ വരെ നമുക്ക് സമയം കുറച്ച് എത്രയുണ്ടായാലും തികയാത്ത പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഇത് അതെ ബോളിട്ട് കൊടുക്കട്ടെ കുട്ടാ, ബോളിട്ട് കളിപ്പിച്ചോട്ടാ. കുട്ടേ ചിന്നുമോളെ അമ്മാമ്മ വേണ്ടല്ലോ ഇവിടെ. അമ്മാമ്മ അടക്കളയിൽ ചെറിയൊരു പണി കൂടി ഉണ്ട്, കറി വയ്ക്കണം. ഇവർക്ക് അടുത്ത ഭക്ഷണം കൊടുക്കാറാകുമ്പോഴേക്കും കേട്ടാ. അപ്പം എൻ്റെ മക്കൾ ഇവിടെ നിന്ന് കളിപ്പിച്ചോട്ടാ. ഞാനിത് പാലിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിയെടുക്കാം കേട്ടോ. ഈ തണ്ട് നല്ല സ്മൂത്താട്ടാ, അതായത് നല്ല ചള്ള് തണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി കനുള്ള തണ്ട് നമ്മളിതാ ഒന്ന് നീളനിങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. ഇതേപോലെ കഷ്ണം ചെറുതാക്കി നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എനിക്ക് ഈ ചീര ആദ്യമായിട്ടാണ് നമ്മൾ വെക്കണേ. നമ്മുടെ ചീരത ഇത്ര അതിന് നമ്മൾ ഇത്രത്തോളം ഉണ്ട് കേട്ടോ. അതിന് അറിയില്ല നമുക്ക് മറ്റേ ചീരയുടെ പോലെ തന്നെ ആവും എന്തായാലും. അപ്പം ഇത് ഇരിക്കട്ടെ. ഒപ്പം തന്നെ ഞാൻ നമ്മുടെ പടവലങ്ങി മാങ്ങിക്കിട ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ നോക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ചക്കപ്പൂര് കൂടി ഇട്ടിട്ടാണ് പരിപ്പ് വേവിച്ചത്. നമുക്ക് തുറന്ന് നോക്കാം. എന്തായാലും ഞാൻ പരിപ്പ് ചക്കപ്പൂര് കൂടി ഇട്ടപ്പോൾ 1 വിസിലടിച്ചിട്ടുള്ളൂ കേട്ടാ. ഓക്കെ, നമ്മുടെ ചക്കക്കൂരൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് വെന്തുണ്ടാവുള്ളൂ കേട്ടോ. പരിപ്പ് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ചക്കക്കൂര് ഇതാ ഇങ്ങനെ ഉടയാതെ തന്നെ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളുണ്ടല്ലോ, നമ്മൾ ഈ കഴിക്കെടുത്ത് നമ്മുടെ പടവലങ്ങി മാങ്ങ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ഇതാ മുളക് പൊടി ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കതിരി കറിവേപ്പില കേട്ടോ, 2 പച്ചമുളകും കൂടി നമ്മളിതാ വെറുതെ നടു ചീന്തി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിതാ 1 ടീസ്പൂണ് ഉപ്പും പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതാ ഏതാണ്ട് ഒരു കഷ്ണത്തിൻ്റെ ഒപ്പത്തിനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് പോകണത് ഇങ്ങനെ. ഇതപ്പം നമ്മൾ വിസിലടുപ്പിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ മൂടി വയ്ക്കുള്ളൂ കേട്ടോ. എന്നിട്ട് അത് വേവിച്ചെടുക്കുക. ചീരത്തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ചീരത്തോരനിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ചുവന്നുള്ളി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് എരിവുന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. എനിക്ക് സാധാരണ പരിപ്പ് കറികളൊക്കെ ഞാൻ കലത്തില വെക്കാതെ, പിന്നെ ഇപ്പൊ നമ്മുടെ കലത്തില്ല ഞാൻ മറന്നു പോയി. ഇപ്പൊ ശ്രദ്ധ മുഴുവൻ പേടിയിലിരിക്കണേ. അത് പോരാത്തതിന് കുട്ടികളെല്ലാം നിർത്തിയിട്ട് അത് നിൽക്കണമുണ്ട്. ഞാനില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞാനില്ലെങ്കിൽ അവര് ചില സമയത്ത് കുറയ്ക്കുന്നുണ്ട് പേടി, അവരെ മാത്രമേ കാണുമ്പോൾ. അപ്പൊ ഞാൻ ശരിക്കട്ടെ ചൂടാക്കി കണ്ടുപിടിച്ച് നോക്കട്ടെ. അയ്യോ പട്ടി നമ്മുടെ പേളി കൂട്ടി നിൽക്കുമ്പോ നോക്കിയേ കണ്ട വന്നിട്ടുള്ള വികൃതികൾ നോക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള തമാശകളൊക്കെ കാണണ്ടേ. അതിപ്പോൾ എന്താണെന്നറിയോ, പേളി ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ കുട്ടവിടെ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട് കണ്ട. കുട്ടനും ചിന്നും ഇവർ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഇവിടെ അവരെ ശ്രദ്ധിച്ചിട്ടാണ് നിൽക്കണേ. അപ്പോൾ ആ താപ്പിലാണ് ഇവർ ഈ പണി ഒപ്പിക്കുന്നത്. ഇങ്ങനെ എണ്ണം കൂടി കൂടി വരും. പേളിക്ക് മാക്സിമം ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ അതേ ഞണ്ട് പോണ്. എങ്ങനെയുണ്ട് കുട്ടാ ഇവരുടെ തമാശകള് അല്ലേ? കളക്കുന്ന തമാശ ആണോ? ചീനിച്ചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ സാധാരണ ചീരത്തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിലുള്ള കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മളിതാ 1 ടീസ്പൂൺ കടുക്. അപ്പൊ എന്നോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ എന്താ പറയാ പാൽച്ചീര വയ്ക്കുമ്പോൾ കാണിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പൊ കടുക്കൊക്കെ ഇട്ടിട്ട് ഇതാ പൊട്ടി തുടങ്ങി. അപ്പൊ അതിലേക്ക് നമ്മൾ 2 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. 2 കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം. മുളകൊക്കെ ഇട്ടിട്ട് ഒരു കളറൊക്കെ മാറി വന്നു. അപ്പം തന്നെ നമ്മളിതാ കുറേശ്ശെയായിട്ട് ചീരലിട്ടു. കുറച്ച് ചീരലിട്ടു, മുഴുവനായിട്ട് ഇടാൻ പറ്റില്ലല്ലോ. കൂടെ തന്നെ നമ്മളിതാ നമ്മുടെ പച്ചമുളകും അതേപോലെ തന്നെ ഇതാ ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള ചീരയും കൂടി നമ്മൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കും. ഉപ്പ് ഞാൻ ഇപ്പം ഇടുന്നില്ല, ഏറ്റവും ലാസ്റ്റ് ഉപ്പ് ഇടുന്നുള്ളതാണ്. ഇളക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കുറയുന്നുണ്ട്. ഒന്ന് കുറച്ച് വന്നപ്പോൾ നമ്മളിതാ ബാക്കിയുള്ള ചീരയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കും തോറും തന്നെ നമുക്കിത് ചീരയിൽ നന്നായിട്ട് കുറഞ്ഞ് വരുന്നുണ്ട്. കുറേ വെള്ളം ഊറി വരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ ചീരയിൽ. എന്നിട്ട് ഇതാ വെന്ത് വന്നപ്പോഴാണ് നമ്മളിത് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നീട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നാളികേരമാണ് കേട്ടോ. ഞാൻ 2 പിടിയോളം നാളികേരം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇതാ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ആ കുക്കറിൻ്റെ മൂടി ഒന്ന് ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി നന്നായിട്ട് വെന്ത് ഉടയ്ക്കൊന്നുമില്ല കേട്ടോ, കഷ്ണങ്ങളിങ്ങനെ ഉടച്ച് കളയില്ല. എന്നിട്ട് നമ്മളിത് അതിലേക്ക് ഒരു 1/4 മുറി നാളികേരം ഇതാ വെണ്ണ പോലെ ഒന്നും അടിക്കില്ല, കൈകൊണ്ട് അങ്ങനെ തൊടുമ്പോൾ പിരി പോലെ ഇരിക്കണം. ആ രീതിയിലായിട്ട് നമ്മൾ നാളികേരം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ തിളപ്പിക്കില്ല, തല വരുന്നോട് കൂടി നമ്മളിത് അടുപ്പം വന്ന് ഇറക്കി വയ്ക്കാണ് കേട്ടോ ചെയ്യണത്. നമ്മുടെ ഈ പരിപ്പ് കറിയിലേക്ക് നമ്മൾ സാധാരണ എന്താ പറയുക കടുകും മുളകും വേപ്പിലും കൂടിയിട്ട് താളിച്ച് ഒഴിക്കും. പിന്നെ പപ്പടം കൂടി വറക്കണം വെച്ചിട്ടുണ്ട്. നമ്മുടെ കറികളൊക്കെ ഇതാ റെഡിയായി. ഇനിയിപ്പോ കുട്ടികളുടെ കുറെ നേരം അതൊന്ന് കൈയ്യൊക്കെ നന്നായി വാട്ടി കഴുകിച്ചേ അവരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കട്ടെ. ചോറിനായിരുന്നു. അപ്പൊ ഷായേട്ടൻ എല്ലാവർക്കും വിളമ്പിതരാന്ന് പറഞ്ഞിട്ടേ പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കറിയും കൂടി സ്പെഷ്യൽ ഉണ്ട് കേട്ടാ. ഇന്നലത്തെ ചാളക്കറി ഉണ്ടായിരുന്നു കുറച്ച്, അതും പിന്നെ ചിക്കൻ കറി. ഇന്ദു ട്ടാ വലിയേട്ടൻ്റെ മോള്. കുറേ പേർക്ക് അറിയാത്തവരാണെങ്കിൽ അതാ ഇന്ദു. ചിന്നുമോൾക്ക് അമ്മാമ്മ വിളമ്പ അല്ലേ? ചിന്നു വേഗം കഴിയില്ലേ? ചിക്കൻ കുട്ടൻ അമ്മാമ്മേ ഫുള്ള് വീർത്ത പപ്പടം ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പോളത് പോള പൊട്ടിക്കും. അപ്പൊ ഒരെണ്ണം പിടിക്കാം.
എന്തോ ചിന്നുമോള് ഇത് ചാറ് വയ്ക്കട്ടെ. പരിപ്പും ചാറ് നല്ല ചാറ് മതി. നല്ല രസം കേട്ടോ പിന്നെ ചാറ് നല്ല ടേസ്റ്റ് എടുത്ത ചാറ്. ഇതിൻ്റെ കൂടിയില്ലയോ പപ്പടം കൂടി കുഴച്ചിട്ട് കഴിച്ചോളൂ കേട്ടാ. പിന്നെ ചാളക്കറി കിട്ടോ പിന്നെ ചാറ് മതിയാ? എന്ത് ഇവരെന്താ ചാറിനോടാണ് ഇഷ്ടം കൂടുതൽ? ഒക്കെ ചാറ് മതി, തന്നെ ഇരുന്ന് കഴിക്കുക. കുട്ടാ കഴിക്ക്. അമ്മമ്മയുടെ കറികൾ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ കുട്ടാ. ഇന്നസെന്റ് ചോദിക്കണ പോലെ ചോദിക്കണ്ട ചേച്ചേ കുറച്ച് കുട്ടൻ്റെ അടുത്ത്. ഇന്ദുവിന് ഇങ്ങനത്തെ പരിപ്പ് കറി ഇഷ്ടല്ലേ? ചക്കക്കുരു അമ്മമ്മയുടെ കാര്യം ഓർമ്മ വരും. ഇവിടെ അമ്മയുള്ള സമയത്ത് ചക്കക്കുരുണ്ട് ടൈം തുടങ്ങിയ എല്ലാത്തിലും ചക്കക്കുരു ചീര, ചക്കക്കുരു മുരിങ്ങല, ചക്കക്കുരു കുമ്പളങ്ങ, ചക്കക്കുരു ഇതെങ്ങനെ എന്തുവാ എല്ലാ ദിവസവും വേണ്ട പോലെ വെക്കില്ല അമ്മ. എന്റെ അതന്നെ. ചിന്നുമോള് എങ്ങനെയുണ്ടാ ഇത്? എന്റെ ഷൈറ്റാ അല്ലേ? സാധാ ചീര കഴിക്കുന്ന പോലെ തന്നെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും എന്താ പറയാ, ഇങ്ങനത്തെ ചീര തൈ മേടിക്കാൻ കിട്ടുന്ന വെച്ചാൽ മേടിച്ചു വെച്ചോ. ഇത് നല്ല രസം ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾ മുന്നേ കഴിച്ച് നോക്കി അല്ലേ? നല്ല ടേസ്റ്റ് ആയിട്ടത്. കുട്ടന് ചിക്കൻ ചാറിലാണോ കുട്ടൻ പപ്പടം കുഴച്ച് വേണേ? ചിക്കൻ ചാറില് പപ്പടം കുഴച്ചിട്ടുള്ളത് മീൻ ചാറില്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിന്നമോള് നോക്കി ഭക്ഷണം കഴിക്കണേ. പകുതി ചാറ് ചാളച്ചാറ്, പകുതി ചോറില് മറ്റേ പരിപ്പ് കറി. എന്തായാലും അതൊരു അടിപൊളിയാട്ടാ. എന്നിട്ട് മുറിഞ്ഞു പറഞ്ഞേ? മുറിഞ്ഞു എന്നല്ലേ? അയ്യോ അമ്മമ്മ തെറ്റി കേട്ടതല്ലോ. എങ്ങനെ മുറിഞ്ഞേ? അറിയില്ല. എരുവായപ്പോണ്ടല്ലോ നീറ്റം വന്നിട്ടുണ്ടാവും, അതാണ് പറഞ്ഞു നോക്കുന്നാള്. മീൻ തിന്നോട്ടാ. നല്ല ഇഷ്ടമുള്ള മീനാ ആൾക്ക് ചെമ്മീൻ. ചെമ്മീൻ തിന്നാനായിട്ട് ഇത്ര ഇഷ്ടം. ആള് പറയണേ ഇവിടെ ഇപ്പോൾ കുറേ പേരെ കൊണ്ടു നോക്കണില്ലേ, ഇനിയിപ്പോൾ ഞാൻ ഇത്തിരി സ്റ്റാൻഡേർഡുള്ള മീനൊക്കെ കഴിക്കണല്ലോ എന്നുള്ള പോലെ ഇന്നലെ ചാള കൊടുത്തപ്പോൾ കഴിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ചെമ്മീൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെ ചെമ്മീൻ മേടിച്ചു. ഇന്നിപ്പോൾ അസുഖമായിട്ട് കഴിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 2-3 പട്ട ഒരുമിച്ച് ഇവിടെ നിന്ന് വീണു. ഇന്ന് മുഴുവൻ പട്ടപ്പണി പോലെയാ. കാലത്ത് തെങ്ങ് കയറിയ പട്ട, ഇപ്പോൾ പട്ട. പിന്നെ അത് മാത്രമല്ല നോക്കി എൻ്റെ ഒരു ചട്ടി പൊട്ടി, ഒരു പട്ട വീണിട്ടാന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു ചട്ടി എങ്ങനെ പൊട്ടിയെന്ന് അറിയില്ല. ഇവിടുന്ന് തന്നെ ഉരുണ്ട് വീണതാണ്, എന്നിട്ടാണാവോട്ടാ. അപ്പോൾ ഈ ഒരു ചട്ടി വേറെ മാറ്റി വെക്കണം. അപ്പം ആ പട്ടയ്ക്ക് ഞാൻ കൊണ്ടുവരട്ടെ. അല്ല തിന്നോട്ടെ, ഞാൻ ഈ പട്ടി എടുക്കണ്ട്, പേടിക്കണ്ട. നീ തിന്നോ അല്ലുമണി, തിന്നോ. സിമ്പൊട്ടിൻ്റെ അടുത്തേക്ക് ഇതാ വരാട്ടാ. നമ്മുടെ സിമ്പൊട്ട് ഇരിക്കണേക്ക് ഇതാ അല്ലൂന് ഇവിടെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവളത് മോളിരിക്കും. സിമ്പൂട്ടിൻ്റെ അടുത്തേക്ക് എത്താട്ടാ. നമ്മുടെ സിമ്പൂട്ടനെ ഇന്നാളും കൂടി എനിക്ക് വന്നു, എന്തിനാ ബെൽറ്റ് മിട്ടോടേന്ന്. സിമ്പനെ ബെൽറ്റ് മിട്ടില്ലെങ്കിലേ അവൻ അവിടെ നിന്ന് ചാടി പോവും. ഇപ്പോൾ ആ ബെൽറ്റ് ഊരി കഴിഞ്ഞാൽ അവൻ ആ മോളിൽ നേരെ അടിയിലേക്ക് ചാടുക. അത് കാരണമായിട്ട് അവൻ്റെ ബെൽറ്റും വീണത്. അവനെ പുറത്തേക്കൊക്കെ ഇറക്കും. ആ സമയത്ത് ബെൽറ്റൊക്കെ ഊരി നമ്മൾ നോക്കിക്കുമ്പോൾ ഇറക്കും. ഞാൻ കാണിക്കാറുണ്ട് അത് വീഡിയോയിൽ ഇടയ്ക്ക്. വരാട്ടെ സിമ്പൂട്ടിൻ്റെ അടുത്തേക്ക്. അല്ലത് അപ്പടി തിന്നോളൂ കേട്ടാ, മുഴുവൻ കഴിച്ചോളോ. കഴിച്ചല്ലേ, ഞാൻ വരാം. അമ്മ എത്തി മോനെ. അപ്പം ഇപ്പം എത്തിയിട്ടാ. അമ്മ ആന്ന് വിളിക്കുക. അല്ലു പിന്നെതാ എല്ലാ മീനും കഴിച്ചു.
ആ എത്തി. ഇത് വാർക്കച്ചട്ടിയാണ്, പക്ഷെ അത്ര കഴത്തലൊന്നല്ല, അതാണ് പെട്ടെന്ന് വീണപ്പോൾ പൊട്ടിയിട്ടുള്ളത്. വരുന്നടെ സിമ്പുട്ടാ വരുന്നേ, വരുന്നേ. അയ്യോ ഭയങ്കര കരച്ചിലായി, ഞാൻ അവൻ്റെ അടുത്തേക്ക് ആദ്യം പോട്ടെ. എത്തിടാ, കരയല്ലേ, എത്തി. കരച്ചിൽ അങ്ങോട്ട് തുടങ്ങിയ പിന്നെ നിർത്തില്ല, എങ്ങനെ കരഞ്ഞോണ്ടിരിക്കും ഞാൻ അവിടെ അടുത്ത് എത്തണ വരെ. ഇപ്പൊ ഞാനിത് അങ്ങോട്ട് വരുന്നത് മനസ്സിലായിട്ട് അത് നോക്കണ്. അത് എത്തണ അങ്ങോട്ട് വരുന്നയാ. ഇന്ന് ഞാനുണ്ടല്ലോ വിഷ്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിതാ തീ കത്തിച്ച് നമുക്ക് ഉരുളിതാ അടുപ്പമ്മയ്ക്ക് കയറ്റാട്ടോ. ഞാനിന്ന് വിഷ്കട്ടയ്ക്ക് എടുത്തിട്ടുള്ള അരി എന്ന് പറയുന്നത് നമ്മുടെ ഉണക്കല്ലരി എന്ന് പറയും കേട്ടോ. ഇതേപോലെയാണ് ഇരിക്കുക അരി. അപ്പോൾ 1 കിലോ അരിക്കാണ് നമ്മളിന്ന് വിഷ്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കണേ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ വെള്ളം നമുക്ക് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 ഗ്ലാസ് അരി എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ വെള്ളമൊക്കെ കൂടി തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിതാ തീ കത്തിച്ച് നമുക്കിതാ ശർക്കര ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ഒരു 10 അച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് 1/4 ഗ്ലാസ്സോളം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നോക്കിയേ ഇതേപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ കട്ടി ഉണ്ടാവും കേട്ടോ. ചൂടാകുമ്പോൾ ഇത്രയും കൂടി കട്ടിയാവും. ഈ സമയത്ത് നമ്മൾ ഇതിലേക്കുണ്ടല്ലോ ചുക്കും അതേപോലെ തന്നെ ജീരകവും കൂടി ഒരുമിച്ച് പൊടിച്ചിട്ടുള്ളതാണ്. 1 ടീസ്പൂണാണ് കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് പൊടിച്ചിട്ട് 1 ടീസ്പൂൺ. അപ്പോൾ അതായത് രണ്ടും നേർപകുതി വീതം എടുക്കുക. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. കാരണം ആ കട്ടയ്ക്ക് നമ്മൾ നേരിട്ടിടുമ്പോഴേ പെട്ടെന്ന് ആ പൊടിയല്ലേ, അപ്പോൾ അത് കട്ട പിടിക്കും. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാട്ടാ. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം കേട്ടോ. നല്ല ബെല്ലൊക്കെയാണ്, കരടില്ലാത്തതാണെന്ന് ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിക്കാതെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. എപ്പോഴും അരിച്ചു വയ്ക്കണം നല്ലത്. എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ചെറുതായിട്ട് അതിൽ ഉണ്ടാവാറുണ്ട്. നോക്കിയാ നമ്മുടെ ബെല്ലം ഒരുക്കിയിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ട ഇങ്ങനെ ഒരു കട്ടി ഉണ്ടാവും. ചൂടാറുമ്പോൾ ഒരു തുണ്ടും കൂടി കട്ടി ഉണ്ടാവും കേട്ടോ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് നോക്കിയേ ഒരു 2 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്കിതാ ഈ വെള്ളത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മളിതാ ഉപ്പാണ് ഇട്ട് കൊടുക്കണേ. അപ്പം ഞാനിതാ ഇത്രയും ഉപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നാവ് വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ ഒരു അളവ് ഉപ്പിൻ്റെ. അപ്പോൾ കൃത്യമാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഒരു നുള്ളും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മളിവിടെ കഴുകി വാരി വെച്ച് നമ്മുടെ അരി ഉണ്ടല്ലോ ഉണക്കലരി. ഈ ഉണക്കലരി എന്നെ ഉപയോഗിക്കാനായിട്ട് ഇതിലേക്ക് എങ്കിലാണ് നന്നാവുള്ളൂ. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളാം. കാരണം തിളച്ച് വരുമ്പോൾ പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നല്ല, എന്തായാലും തിളച്ച് പോവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. തള വരുന്നോട് കൂടി വേഗം മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ മൂടി ഞാൻ നമ്മുടെ യൂരിലേക്ക് ഒരു മൂടി മേടിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അത് വിട്ടുപോയി, മേടിക്കാൻ പറ്റിയില്ല. പിന്നെ ഉള്ളത് ഉടനെ പാകാമെന്ന് വിചാരിച്ചപ്പോൾ അത് വെച്ചപ്പോൾ അത് അളവ് കൃത്യമല്ല. അതാണ് ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ മൂടി എടുത്ത് മൂടിയത്. നമുക്കിതാ നന്നായി തിളച്ചിട്ടൊക്കെ ഉണ്ട്. കണ്ട ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മൂടി ഒന്നും അങ്ങനെ വെക്കണില്ല. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണേ. തീയാണെങ്കിൽ ഒരു മീഡിയം ലെവലിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. തുടക്കം നമ്മൾ നല്ല ഫുൾ തീര് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം ഇനി പെട്ടെന്ന് ആവേ.
അപ്പോൾ നമ്മുടെ കുട്ടനും ചിന്നൊക്കെ ഇതാ പട്ടിക്കുട്ടികളുടെ കൂടെയുള്ള കളിയൊക്കെ കഴിഞ്ഞ് അവരുടെ കൈയൊക്കെ കഴുകിയത് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇതാ കുട്ട സൈക്കിളും ഇരുന്ന് ഓടിക്കുന്നുണ്ട്. ഇതാ ചിന്നുമുള്ളത് ഊഞ്ഞാലിരുന്ന് ആടുണ്ട്. ഭയങ്കര ഈസി ആയിട്ടാണ് കൂട്ട സൈക്കിൾ ഓട്ടണേട്ടാന്ന്. മുന്നേ പ്രാക്ടീസ് ഉണ്ടല്ലേ കൂട്ടനെ? ചിന്ന മുന്നേ ഓടിച്ചിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടല്ലേ കൂട്ടനെ? നല്ല ഈസി ആയിട്ട് ആക്കണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ കണ്ട ഇതേപോലെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇതേ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുമ്പോൾ വേണ്ട ഇങ്ങനെ കട്ട പോലെ ഇതാണ് കേട്ടോ അളവ്. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു ഇലയിൽ പരത്തി കൊടുക്കണം. അപ്പോൾ എനിക്കിത് പറഞ്ഞാൽ ഇവിടെ സ്ഥലമില്ല. അപ്പം ഞാൻ നമ്മുടെ ഈ ഗ്യാസ് അടുപ്പം താഴേക്ക് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ പരത്തണത്. നമ്മളിതാ ഇതിൽ നിന്ന് ഇതേപോലെ ഇല മുറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. നമ്മളിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലത്തെ ഒരു വാഴല കേട്ടോ. ഈ വാഴലോട്ട് നമ്മളിങ്ങനെ ആക്കി കൊടുക്കാം. വാഴല നമ്മുടെ കയ്യിലാണെങ്കിലും കൈ നല്ല ചൂടുണ്ട് കേട്ടോ ഇലമ തൊടുമ്പോൾ. പക്ഷെ ഇത് ചൂടോടെ തന്നെ ഇങ്ങനെ ആക്കണം. ഇതേപോലെ നമ്മളിതാ പരത്തിയെടുത്തിട്ടുണ്ട്. കനമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കനത്തിട്ട് വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇത്തിരി കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. കൈ കൊണ്ട് ഈ ഇല എന്നെ പിടിച്ചിട്ട് അയക്കാൻ മതി കേട്ടോ. അതാ ഇതിങ്ങനെ തന്നെ ഇരുന്ന് ചൂടാറണം. എന്നിട്ടാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ നമ്മുടെ വിഷ്കട്ട ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ദുവിനെ ഉണ്ണികളൊക്കെ പിടിച്ച് നിർത്തി. അപ്പോൾ നമ്മൾ കേൾക്കാനുള്ള സാധാരണ ഇങ്ങനെ കട്ട് ചെയ്യാൻ എല്ലാവരും. പക്ഷെ നമ്മുടെ വിഷ്കട്ട അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുട്ട നോക്കിയടാ കേട്ടാ. ഞാൻ മാമ കട്ട് ചെയ്യണേ. ചിന്നുമോളല്ലേ ചോദിച്ചാൽ എങ്ങനെയാണ് കട്ട് ചെയ്യാന്ന്? ഇതേപോലെ ഡയമണ്ട് ഷേപ്പിൽ കേട്ടാ. നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഒരെണ്ണം കൂടി അങ്ങനെ കാണിക്കാം നമുക്ക്. എന്നിട്ട് ഇതിനെ നമുക്ക് ക്രോസ് വീണ്ടും കട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അമ്മ പറഞ്ഞല്ലേ ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ കണ്ട ഇതേപോലെ നമ്മളിതെല്ലാം അതിങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഒരു പ്ലേറ്റിലേക്ക് കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് തരുന്നത് അല്ലേട്ടോ കൂട്ടാ. ഇതേപോലെ എടുക്കാം നമുക്ക്. ഇല പ്ലേറ്റില് അമ്മാമൂര് ഇല വെച്ചു. ചിന്നുമോള് എങ്ങനെയുണ്ടാ? ചിന്നുമോളല്ലേ ചോദിച്ചേ അമ്മാമ്മ ഇതെങ്ങനെ കട്ട് ചെയ്യാന്ന്. രസമായിട്ടില്ലേ കട്ട് ചെയ്തത്? കൂട്ടുന്നോ? എൻ്റെ കുട്ടതാ കഴിച്ചു തുടങ്ങിയിട്ടാ. അപ്പം ഞങ്ങളിതാ ഇതൊക്കെ പിന്നീടാണ് ഇനി പ്ലേറ്റിലേക്ക് വെക്കണേ. ഇപ്പം ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് കുറച്ചെടുത്തിട്ട് വേഗം നമുക്ക് അവിടേക്ക് ഇരിക്കാമല്ലോ കൂട്ടാ. അതന്നെ. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ശർക്കര നീര് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. നീ കഴിക്കാം കൂട്ടാ നമുക്ക്.
അങ്ങനെ ആ കൂട്ടൻ കഴിച്ചേ കൂട്ടൻ കഴിക്കൂട്ടാ എന്നിട്ട് വേണ്ട ടേസ്റ്റ് പറയട്ടാ അമ്മാമ്മോട് എങ്ങനെയുണ്ട് കൂട്ടാ സൂപ്പറാ സൂപ്പറാ ചാച്ചൻ്റെ കൈ ചിന്നുമോള് കഴിക്കടാ എന്താ അതിനുണ്ട് എന്തോ നമ്മുടെ അമ്മാമ്മ ഉണ്ടാക്കണത് അവിടെ അമ്മാമ്മ ഇങ്ങനെയല്ലേ എന്നിട്ട് നാളേരൊക്കെ ചെരുക്കിയിട്ടിട്ട് പെട്ടെന്ന് ആ ഒരിത് കഴിഞ്ഞാലും കൽപ്പില്ല അവിടെ നിറച്ചിരിക്കുന്നുണ്ട് അതന്നെ ചിന്നുമോള് ഇങ്ങനെ കഴിച്ചേക്കടാ ഒരു കട്ടങ്ങനെ എടുത്ത് പിടിച്ചിട്ട് കട്ടയൊക്കെ കട്ടയല്ലാണ്ടായി പൊടിച്ചൂലേ ആശാസം പൊടിച്ച് ഇങ്ങനെ എനിക്ക് പക്ഷേ മുക്കി കഴിക്കണം അപ്പം വിഷുക്കട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കിയോളാം അത്ര എളുപ്പമാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കണതല്ലേ അപ്പൊ ഈ വിഷുവിന് എല്ലാവരും ഇതന്നെ നിർത്തല്ലേ കുട്ട നിർത്തല്ലേ നമുക്ക് ചിന്നുമോള് നിർത്തല്ലേ എന്തു കഴിക്കാം നമുക്ക് വീഡിയോയിൽ നിർത്താം അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ കൈ വീശിടാ ചിന്നുമോള് കൈ വീശിടാ